ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് സമരത്തിൽ ടാർപോളിൻ കെട്ടുന്നതിനെ ചൊല്ലി വീണ്ടും തർക്കം. മഴയത്ത് കെട്ടിയ ടാർപോളിനാണ് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി പോലീസ് അഴിക്കാൻ ആവശ്യപ്പെട്ടത്. തർക്കം മുറുകിയതോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരവേദിയിലെത്തി പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ലേ എന്ന് ആത്മരോഷത്തോടെ സമരക്കാർ സുരേഷ് ഗോപിയോട് ചോദിച്ചു. ഇവിടെ ഇന്ന് രാവിലെ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോൾ ചാറ്റൽ മഴ പെയ്തു. ടാർപോളിൻ അടിച്ചു മാറ്റാൻ പോലീസ് പറഞ്ഞു. ഞങ്ങളാണോ കലാപകാരികളെ? പോലീസാണോ? ഇവിടുത്തെ സർക്കാരാണോ? സർക്കാർ പോലീസിനെ ഞങ്ങൾ പറയുന്നില്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചല്ലേ ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പം മഴ പെയ്തപ്പം ആ ടാർപോളിൻ അടിച്ചു മാറ്റാൻ പറഞ്ഞത്. ഇവിടുത്തെ മാധ്യമങ്ങൾ മൊത്തം കണ്ടു. ഇതാണ് ഒരു സർക്കാർ, ഇതാണ് ഒരു ജനാധിപത്യ മര്യാദ. വെറും 10 മിനിറ്റ് ഇരുന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾക്ക്. ഇന്ന് ഞങ്ങൾ 21 ദിവസം വരെ കൊണ്ടിരുത്തിയിരിക്കുന്നു. ഈ പെരുമഴത്തും കുംഭമാസത്തിലെ മീനച്ചൂടിലും ഇതൊന്നും ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആളില്ലേ? അതിനെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. സമരക്കാരുടെ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ നാളെ ഡൽഹിക്ക് പോകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഇപ്പോൾ 20 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആശാ വർക്കർമാരുടെ ഒരു വിഭാഗം നടത്തുന്ന ഈ ഒരു സമരത്തിന്. അവിടേക്ക് വീണ്ടും സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ്. എന്താണ് സുരേഷ് ഗോപിയോട് ആശാ വർക്കർമാർ പറയുന്നത്? നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? സ്വാതി, തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അതിനുവേണ്ട ഇതെന്താണോ അത് ചെയ്യണം എന്നാണ് ആശാപ്രവർത്തകർ പ്രധാനമായും സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് യാദൃച്ഛികമായി കേന്ദ്ര സഹമന്ത്രി ഇവിടെ സമരപ്പന്തലിൽ എത്തുന്നത്. വളരെ യാദൃച്ഛികമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ആശാപ്രവർത്തകർ ഈ ശക്തമായ മഴയിൽ ഒരു പ്രതിഷേധ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു ഊർജ്ജം എന്ന രീതിയിൽ ആശാപ്രവർത്തകരുടെ ഇടയിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചേർന്നത്. അദ്ദേഹം ആ സമയത്തെല്ലാം തന്നെ ആശാപ്രവർത്തകരുടെ കാണുകയും അവർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീക്ഷിച്ചു. അതിനുശേഷമാണ് സുരേഷ് ഗോപി അവരുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കേട്ടത്. അതിനുശേഷം അവർക്ക് മറുപടി നൽകി. ഇനി വരുന്ന കാലയളവിൽ എന്തായാലും മഴയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമാണ്. ആയതിനാൽ തന്നെ ഇനി ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യം അതിനുവേണ്ടിയുള്ള സാമഗ്രികൾ തൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു നൽകാം എന്നൊരു ഉറപ്പും അദ്ദേഹം ആശാ വർക്കർമാർക്ക് നൽകി. അതിനോടൊപ്പം തന്നെ നാളെ തന്നെ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് പോകുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ട് വിവരങ്ങൾ ബോധിപ്പിക്കുമെന്നും പറഞ്ഞു. അത്യാവശ്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയും കാര്യങ്ങൾ നേരിട്ട് അറിയിക്കുമെന്നുള്ള വാഗ്ദാനം നൽകിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോയത്. നമുക്ക് എന്തായാലും നമ്മളോടൊപ്പം സമരപ്രതിനിധികൾ ചേരുന്നുണ്ട്. സുരേഷ് ഗോപി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. എന്താണ് പ്രതീക്ഷ? കേന്ദ്രം സംസ്ഥാനവും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണെല്ലാം. ഞങ്ങൾ കേന്ദ്രത്തോടും വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. ഇപ്പം അദ്ദേഹം ഇപ്പോൾ വന്നത് ഇവിടെ ഇത്രയും സ്ത്രീകൾ മഴ നനഞ്ഞിരിക്കുന്ന കണ്ടുകൊണ്ടുള്ളൊരു മാനുഷിക പരിഗണനയിലാണ് അദ്ദേഹം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള നിലപാടുകൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 17 വർഷമായി കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടിയിട്ട് ഒരു ബൂസ്റ്റർ ഡോസിന് 20 രൂപ 17 വർഷം മുമ്പ് നിശ്ചയിച്ചതാണ് ഇപ്പോഴും കൊടുക്കുന്നത്. 75 രൂപ പൾസ് പോളിയോയ്ക്ക് അത് വർദ്ധിപ്പിച്ചിട്ടില്ല. അതൊക്കെ കേന്ദ്രം തരേണ്ടുന്നതാണ്, തീരുമാനിക്കേണ്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നടപടികൾ എടുക്കണമെന്ന് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പ്രധാനമായും കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം ശക്തമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നിരുപാധികം വരുന്നവരെ എല്ലാം അങ്ങ് കയറ്റിയല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഏത് പ്രസ്ഥാനത്തോടാണെങ്കിലും പറഞ്ഞിട്ടേ നമ്മൾ അവരുടെ ഐക്യദാർഢ്യം നമ്മൾ സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ട സാമഗ്രികൾ അദ്ദേഹം ചെയ്തുതരാമെന്ന് പറഞ്ഞു. അത് മനുഷ്യ സ്നേഹികൾ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ, അദ്ദേഹം ചെയ്യുമായിരിക്കും. എനിക്കറിയത്തില്ല, പറഞ്ഞ് ഞാൻ കേട്ടില്ല. അങ്ങനെ ഒത്തിരി പേര് ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്ന 2-3 സ്റ്റുഡൻസാണ് അവർ ഞങ്ങൾക്കിവിടെ വെള്ളം പറ്റാതെ കിടക്കാനുള്ള സംവിധാനം വാങ്ങിച്ചു തന്നത്. അങ്ങനെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്കിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണ്ടേ. നമ്മൾ പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് വന്ന സമരമല്ലല്ലോ ഇത്. എന്തായാലും സ്വാതി, ഇത്ര വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ആശാപ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി ശക്തമായ മഴ ഇവിടെ പോവുകയാണ്. പക്ഷേ അപ്പോഴും രാവിലെ ഉണ്ടായിരുന്നത്ര സ്ത്രീകൾ തന്നെ ഇപ്പോഴും സമരത്തിൽ പങ്കാളികളാണ്. എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു. കാര്യങ്ങൾ നടപ്പാകുന്നതുവരെ, ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. സ്വാതി.
ശരി, സംസ്ഥാനത്ത് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമരപ്പന്തലിലേക്ക് സുരേഷ് ഗോപി വീണ്ടും എത്തിയ വിവരങ്ങളാണ് ഹൻസ് നൽകിയത്.